Good morning all. We are going to our fourth video lecture. നമ്മുടെ ആദ്യത്തെ വീഡിയോ ലെക്ചർ നമ്മൾ മൊഡ്യൂൾ 6 ആണ് സ്റ്റാർട്ട് ചെയ്തത്. മൊഡ്യൂൾ 6 ഗ്യാസ് ടർബൈൻ. ഫസ്റ്റ് വീഡിയോ ലെക്ചർ ഇറ്റ് ഇസ് അബൌട്ട് ഇൻട്രൊഡക്ഷൻ. ഓരോ ഗ്യാസ് ടർബൈൻസ്, ഓരോ ടൈപ്സ് ഓഫ് ഗ്യാസ് ടർബൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓൾസോ കമ്പഷൻ ചേംബർ. ദെൻ നെക്സ്റ്റ് തിങ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് നമ്മളൊരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ അനാലിസിസ് ആണ് ചെയ്തത്. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ദെൻ അതിലുള്ള എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ദാറ്റ് ഈസ് ഇൻ്റർകൂളിംഗ്, റീജനറേഷൻ ആൻഡ് റീഹീറ്റിംഗ്. ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ വി ആർ ഗോയിങ് ടു ദ ഐഡിയൽ ബ്രേട്ടൺ സൈക്കിൾ ഓർ ജൂൾ സൈക്കിൾ. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പോകുന്നത് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്നൊരു തിയററ്റിക്കൽ സൈക്കിളാണ് ബ്രേട്ടൺ സൈക്കിൾ. ഓക്കെ, ഐഡിയൽ ബ്രേട്ടൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ. ദാറ്റ് ഈസ് ബ്രേട്ടൺ സൈക്കിൾ ഈസ് എ തിയററ്റിക്കൽ സൈക്കിൾ ഓഫ് ഗ്യാസ് ടർബൈൻ. ഇനി ഈ ഒരു സൈക്കിളിന് എത്ര പ്രോസസ്സ് ഉണ്ട്? 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സും 2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സുമാണ് ഉള്ളത്. ഇനി ഈ താഴെ കാണുന്നതാണ് നമ്മുടെ പി വി ഡയഗ്രവും ടി എസ് ഡയഗ്രവും. ദാറ്റ് ഈസ് this cycle is also known as constant pressure cycles. Then ഇവിടെ ഒരു പി വി ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ടി എസ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ പി വി ഡയഗ്രവും ടി എസ് ഡയഗ്രവും അക്കോർഡിംഗ് ടു അവർ സൈക്കിൾ നമ്മുടെ ആ ഒരു ഗ്യാസ് ടർബൈൻ വെച്ച് ഡിഫൈൻ ചെയ്യാം. 1 to 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ adiabatic process. Reversible adiabatic process from 1 to 2. Here it is 1 to 2. ഇനി ഇവിടെ 1 to 2 റിവേഴ്സിബിൾ adiabatic പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? That is, the pressure is increasing. That is, compressor ആണ് ഇവിടെ ഉള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ. കംപ്രസർ എന്ന സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 1 to 2 ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. 1 to 2 is reversible adiabatic process. Here from 1 to 2 the pressure is increasing from P1 to P2 and here the temperature is increasing from T1 to T2. കംപ്രസറിൽ ആ ഒരു ഗ്യാസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് എൻട്രി ചെയ്ത് അത് കംപ്രസ് ആവുന്ന പ്രോസസ്സാണ് 1 to 2. ഇനി വാട്ട് ഈസ് 2 to 3? 2 to 3 is constant pressure cycle. Constant pressure cycle ആണെങ്കിൽ constant pressure ഹീറ്റ് അഡീഷനാണ് 2 to 3 എന്ന് പറഞ്ഞുതരാം. 2 to 3യിലാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ദർ ഈസ് കമ്പഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. സോ കമ്പഷൻ ചേംബറിൽ നടക്കുന്ന പ്രോസസ്സാണ് 2 to 3. 2 to 3 is taking place in constant pressure. That's why it is known as constant pressure cycle. ഇനി ഈ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കമ്പഷൻ നടക്കുന്ന ഹോട്ട് ഗ്യാസ് ഇറ്റ് ഈസ് എൻറ്ററിങ് ടു ദ ടർബൈൻ. ടർബൈനിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ടർബൈനിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നു. ദാറ്റ് ഈസ് 3 to 4. ദ ഹോട്ട് ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് ഇൻ ദ ടർബൈൻ. ദെൻ എഗെയിൻ 4 to 1 ഇതൊരു ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആയതുകൊണ്ട് ഈ ഓൾറെഡി എക്സ്പാൻഡ് ചെയ്ത ഗ്യാസ് ഒരു കൂളറിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്, ഓർ ഒരു കൂളിംഗ് വാട്ടർ സെറ്റപ്പിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ഹോട്ട് ഗ്യാസിൽ നിന്നും വീണ്ടും ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത് കൂളിംഗ് ഗ്യാസ് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ പ്രോസസ് 4 to 1. Here it is 4 to 1. That also happening to constant pressure. This is our TS and PV diagram. Then we are going to the analysis of this gas turbine. നമുക്കറിയാം 1 to 2 എന്താണ്? ദാറ്റ് ഈസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്താ നടക്കുന്നത്? കംപ്രസറിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം പി വി ഡയഗ്രാമിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ പി വി ഡയഗ്രാമാണ് വർക്ക്. ദെൻ ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാമാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. ഹിയർ ഓൾസോ ഒരു കംപ്രസർ കംപ്രസറിലാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ടർബൈനിൽ നിന്നുണ്ടാകുന്ന വർക്കിൽ നിന്നും ഒരു പാർട്ട് എടുത്താണ് കംപ്രസറിൽ കൊടുക്കുന്നത്. സോ നമുക്ക് വർക്ക് at the compressor W is equal to M into Cp into T2 minus T1. That is T2 minus T1, higher temperature minus lower temperature. Then we are going to process 2 to 3 constant pressure heat addition process. Constant pressure heat addition നടക്കുന്നത് കമ്പഷൻ ചേംബറിലാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ 2 to 3 process we are injecting the fuel. ആ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന കാരണം there will be a increase in temperature or combustion is taking place, but the process is burning at the constant pressure P2. That is, temperature is increasing from T2 to T3. T3 temperature increase ചെയ്യാണ്. Then
അവിടെ അപ്പോൾ ഹീറ്റ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ QS is equal to MCP T3 minus T2. MCP T3 minus T2, higher temperature minus lower temperature. Next process is process 3 to 4, isentropic expansion. Isentropic expansion is taking place in turbine. That is, air is expanded isentropically in the turbine. Turbine work എന്ന് പറഞ്ഞാൽ WT. That is MCP into T3 minus T4. That is higher temperature minus lower temperature. Then turbine expand ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. That is T3 ടെമ്പറേച്ചറിൽ combustion gas enter ചെയ്യുന്നത് കുറഞ്ഞ് T3 ആവും. Then T3 minus T4 into MCP is turbine work. Then ആ ഒരു hot gas it is passing through the cooler, that is process 4 to 1 constant pressure heat rejection process. Then the heat rejected is QR is equal to MCP T4 minus T1. ഇനി ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യുന്ന 4 ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് കോമൺലി എഫിഷ്യൻസി ഇക്വേഷൻ ബ്രേട്ടൺ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു QS മൈനസ് QR ബൈ QS. ദെൻ ബ്രേട്ടൺ സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ഒരു QSനെയും QRനെയും QSൻ്റെയൊക്കെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1 മൈനസ് T4 മൈനസ് T1 ബൈ T3 മൈനസ് T2. ഇനി ഇവിടെ നമുക്ക് സെയിം ആസ് ദാറ്റ് നമ്മൾ സ്റ്റീം ടർബൈനിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു കംപ്രഷൻ റേഷ്യോയും പ്രഷർ റേഷ്യോ ഉണ്ട്. കംപ്രഷൻ റേഷ്യോസ് R V1 by V2 equal to V4 by V3. പ്രഷർ റേഷ്യോ RP എന്ന് പറഞ്ഞാൽ P2 by P1 equal to P3 by P4. I will show you here the graph. കംപ്രഷൻ റേഷ്യോസ് എവിടെയാണ് കംപ്രസ് ചെയ്യുന്നത്? ഇവിടെയാണ് കംപ്രസ് ചെയ്യുന്നത്. V1 ഗ്യാസിനെ V2 ആയിട്ട് കംപ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് V1 by V2 or V4 by V3. ബോത്ത് ആർ ഈക്വൽ. ദെൻ the next one is pressure ratio, that is P2 by P1 pressure ratio P2 by P1, that is higher temperature by lower temperature, the same as that of P3 by P4. ഈ രണ്ട് റേഷ്യൂസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റീം ടർബൈനിൽ ചെയ്ത പോലെ തന്നെ ഓരോ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡെറിവേഷൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ഡെറിവേഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ ഡെറിവേഷനാണ്. T2 by T1 equal to V2 by V1 raised to gamma minus 1. ഇത് ഏത് ഇക്വേഷനാണ്? ദിസ് ഈസ് അഡിയബാറ്റിക് ഇക്വേഷൻ. അഡിയബാറ്റിക് റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. T2 by T1 equal to V2 by V1 by raised to gamma minus 1. ഇനി V2 by V1 എന്താണ്? കംപ്രഷൻ റേഷ്യോ. ആ കംപ്രഷൻ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി വിൽ ഗെറ്റ് T2 is equal to കംപ്രഷൻ റേഷ്യോ R raised to gamma minus 1 into T1. Next one, that is considering process 3 to 4. പിന്നെ ഇതാണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. നമ്മൾ രണ്ട് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എടുക്കുന്നുള്ളൂ. പ്രോസസ് കൺസിഡറിങ് 3 to 4 ആകുമ്പോൾ T3 by T4 equal to റെസിപ്രോക്കലാണ് V4 by V3 raised to gamma minus 1. അവിടെ നിന്നും T3 is equal to T1 into R raised to gamma minus 1. അപ്പം നമുക്ക് T1ലുള്ള ഇക്വേഷനും കിട്ടി, T2നുള്ള ഇക്വേഷനും കിട്ടി, T3 ഇക്വേഷനും കിട്ടി. ഇത് രണ്ടും എന്തിലാണ് കിട്ടിയത്? കംപ്രഷൻ റേഷ്യോൻ്റെ ടേംസിലാണ് കിട്ടിയത്. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ എടുക്കാം, വേറൊരു അഡിയബാറ്റിക് റിലേഷൻ എടുക്കാം. അത് ഏതാ റിലേഷൻ? T2 by T1 equal to P2 by P1 raised to gamma minus 1 by gamma. മറ്റതെന്തായിരുന്നു? T2 by T1 equal to B1 by V2 raised to gamma minus 1. ഇവിടെ T2 by T1 equal to P2 by P1 raised to gamma minus 1 by gamma. Then P2 by P1 is pressure ratio. Then അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get T2 is equal to T1 into RP raised to gamma minus 1 by gamma. Similarly, for T3, it is T4 into RP raised to gamma minus 1 by gamma. അപ്പോൾ ഇത് രണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോയും ഇൻ ടേംസ് ഓഫ് കംപ്രഷൻ റേഷ്യോയും രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എഫിഷ്യൻസി ഓഫ് ബ്രാട്ടൺ സൈക്കിൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ എന്താണ്? 1 minus 1 by RP raised to gamma minus 1 by gamma. Then similarly, that is Brayton cycle efficiency is 1 minus 1 by R raised to gamma minus 1 in terms of compression ratio. നമ്മൾ Brayton cycle efficiency in terms of pressure ratio, compression ratio കണ്ടുപിടിച്ചു. Then we are going to the work ratio.
we know that what you mean by work ratio, that is it is a ratio of net work transfer by positive work transfer. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വർക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ടർബൈൻ റൊട്ടേറ്റിൽ നിന്നാണ് കംപ്രസറും വർക്ക് എടുത്ത് കംപ്രസ് ചെയ്യുന്നത്. സോ നമ്മളുടെ വർക്ക് റേഷ്യോ എടുക്കുകയാണ്. നമുക്ക് എത്ര വർക്കാണ് കിട്ടുന്നത് ഡിവൈഡ് ബൈ പോസിറ്റീവ് വർക്ക് ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ WT minus WC by net positive work we are getting is turbine. That is WT minus WC divided by WT. ഇനി ഈ ഒരു ടർബൈൻ്റെയും കംപ്രസറിൻ്റെയും എല്ലാം ഇക്വേഷൻസ് നമ്മുടെ ആ ഒരു അനാലിസിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് 1 minus T2 by T1 by T3 minus T4. ഇനി ഇവിടെ ആർ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ആർ പിയുടെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ആ ഒരു T2 എല്ലാം കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഡെറിവേഷൻ നോക്കണ്ട. ദാറ്റ് ഈസ് വർക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 1 minus T1 by T3 ഇൻറ്റു RP raised to gamma minus 1 by gamma. That is വർക്ക് റേഷ്യോന് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു വർക്ക് റേഷ്യോ ആണ് നമ്മുടെ ഒരു ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിനോട്ട് ചെയ്യുന്നൊരു ഫാക്ടർ. സോ ഈ ഒരു വർക്ക് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? പ്രഷർ റേഷ്യോനെയും ഡിപ്പെൻഡ് ചെയ്യും, ദ സെയിം ടൈം മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് അറ്റ്മോസ്ഫിയറിക് എയർ കൊടുക്കുന്നത്, ഓൾസോ കമ്പഷൻ കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്, ഈ രണ്ട് ടെമ്പറേച്ചറും ഓൾസോ ദ കപ്പാസിറ്റി ഓഫ് ദ ടർബൈൻ ടു കംപ്രസ്, ദാറ്റ് ഈസ് പ്രഷർ റേഷ്യോ. ഇത്രയും ടേംസ് ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഇനി ഒപ്റ്റിമം പ്രഷർ റേഷ്യോ ഫോർ മാക്സിമം സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട്. നമുക്ക് സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് മാക്സിമം ആക്കാൻ വേണ്ടിയുള്ള പ്രഷർ റേഷ്യോ എത്രയായിരിക്കണം? അപ്പം ഈ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഒരു ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് മാക്സിമം വർക്കാണ്. ആ മാക്സിമം വർക്ക് കിട്ടാൻ നമ്മൾ എന്താണ് കൊടുക്കേണ്ട പ്രഷർ റേഷ്യോൻ്റെ വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് വി ഹാവ് ടു ചെക്ക്. ദാറ്റ് ഈസ് നമുക്ക് ആ ഒരു പ്രഷർ റേഷ്യോ ഒപ്റ്റിമം ആവണമെങ്കിൽ ദ ടെമ്പറേച്ചർ ഈസ് ഇൻ ദ റേഞ്ച് T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 മൈനസ് T3. T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 ഇൻറ്റു T3 എന്ന വാല്യൂവിൽ ടെമ്പറേച്ചർ T2 കിട്ടിയാൽ മാത്രം അത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രഷർ റേഷ്യോ ഒപ്റ്റിമം കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, RP ഈക്വൽ ടു P2 ബൈ P1 ഈക്വൽ ടു T2 ബൈ T1 റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1. ഇനി ഈ ഒരു T2ന് പകരം നമ്മൾ ഈ ഒരു വാല്യൂ T1 ഇൻറ്റു T3 റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് T3 ബൈ T1 റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1 എന്ന ഒപ്റ്റിമം പ്രഷർ റേഷ്യോ കിട്ടും. ഹിയർ ഇറ്റ് ഇസ് 2 is there. That is RP optimum is T3 by T1 raised to gamma by 2 gamma minus 1. ഇനി ഈ ഒരു ഒപ്റ്റിമം പ്രഷർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ടിനെ RP വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദെൻ അത് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടും. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദി സിമ്പിൾ മെത്തേഡ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 ഇൻറ്റു T3. ഇനി ഇതിൽ തന്നെ മെഷീൻ എഫിഷ്യൻസി, മെഷീൻ ടർബൈൻ്റെയും കംപ്രസറിൻ്റെ എഫിഷ്യൻസി കൺസിഡർ ചെയ്താൽ വി വിൽ ഗെറ്റ് RP is equal to efficiency of compressor into efficiency of turbine into T1 by T3 raised to gamma by 2 gamma minus 1. Then ഇവിടെ നമ്മൾ ഐഡിയൽ ബ്രേട്ടൺ സൈക്കിളിൻ്റെ അനാലിസിസ് ആണ് ചെയ്തത്. ഇൻ നെക്സ്റ്റ് വീഡിയോ വി വിൽ അനാലിസിസ് ദ ഇൻ്റർകൂളിംഗ്, റീഹീറ്റിംഗ് ആൻഡ് റീജനറേഷൻ.